നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് മുന്നേ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് റീഫണ്ട് ചെയ്യാതെ മലക്കം മറിയുകയാണ് വിമാന കമ്പനികൾ. നിലവിൽ നിരവധി പ്രവാസികൾക്കാണ് മാസങ്ങളോളമായി ഇത്തരത്തിൽ പണം ലഭിക്കാതെ കാത്തിരിക്കേണ്ടി വന്നിരിക്കുന്നത്. എന്നാൽ ഇതാ മുൻകൂട്ടി വിമാന ടിക്കറ്റ് എടുത്ത് പിന്നീട് കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്ന വിമാനയാത്രക്കാർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നയമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പ്രവാസികൾ അടക്കമുള്ള വിമാനയാത്രക്കാർക്ക് മുഴുവൻ തുകയും റീഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെൽ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. ഈ വരുന്ന ബുധനാഴ്ച വിഷയത്തിൽ കോടതി വാദം കേൾക്കുകയും ചെയ്യും. എന്നാൽ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയ സർക്കാർ നിലപാടുകൾ ചുവടെ ചേർക്കുന്നു. ലോക്ക്ഡൌൺ കാലാവധിക്കുള്ളിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ കാര്യത്തിൽ റീഫണ്ട് ഉടൻ നൽകണം. ലോക്ക്ഡൌൺ കാലാവധിക്ക് മുമ്പ് എടുത്ത ടിക്കറ്റ് അടക്കമുള്ളവയുടെ കാര്യത്തിൽ 15 ദിവസത്തിനകം റീഫണ്ട് നൽകണം. എന്നാൽ സാമ്പത്തിക പരാധീനത മൂലം വിമാന കമ്പനികൾക്ക് നിലവിൽ റീഫണ്ട് നൽകാൻ സാധിക്കില്ലെങ്കിൽ ക്രെഡിറ്റ് ഷെല്ലിലേക്ക് മാറ്റിവെക്കാം. യാത്രക്കാരന് വേണമെങ്കിൽ 2021 മാർച്ച് 31 വരെ ഏത് റൂട്ടിലേക്കും യാത്ര അനുവദിക്കും. യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ഫെയർ കൂടുതലാണെങ്കിൽ ബാക്കിയുള്ള തുക അടയ്ക്കുകയും കുറവാണെങ്കിൽ ബാക്കി തുക റീഫണ്ട് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ മാറ്റിവെക്കുന്ന ക്രെഡിറ്റ് ഷെൽ തുകയ്ക്ക് നഷ്ടപരിഹാരമായി ജൂൺ 2020 വരെ 0.5% ഇൻസെന്റീവും അതിനുശേഷം വരുന്ന കാലാവധിക്ക് 0.25% ഇൻസെന്റീവും ലഭിക്കുന്നതായിരിക്കും. ക്രെഡിറ്റ് ഷെല്ലിലേക്ക് മാറ്റിവെച്ച ടിക്കറ്റ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി നൽകാനും കഴിയും. നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാരൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ അവകാശികൾക്ക് എത്രയും പെട്ടെന്ന് തുക മടക്കി നൽകണം. 2021 മാർച്ച് മാസം 31 ശേഷവും യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ടിക്കറ്റിന്റെ മുഴുവൻ തുകയും റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കും. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മുഖേനയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. 2009 പ്രവർത്തനം ആരംഭിച്ച പ്രവാസി ലീഗൽ സെൽ ഇതിനോടകം തന്നെ നിരവധി കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ട് പ്രവാസികൾക്ക് ആശ്വാസവുമായിട്ടുണ്ട്. കോവിഡ് കാലത്ത് മാത്രം ഇതുൾപ്പെടെ 10ഓളം പ്രശ്നങ്ങളിലാണ് പ്രവാസി ലീഗൽ സെൽ കോടതിയെ സമീപിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.